അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏറെ ബഹുമാനമുള്ള വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു മുക്കുവൻ അന്ന് പിടിച്ച മത്സ്യങ്ങളുമായി തൻ്റെ ഇണയുടെ അരികിലേക്ക് എത്തുകയാണ്. രാത്രി അയാളുടെ ഭാര്യ ആ മത്സ്യങ്ങളെ കറി വെക്കുന്നതിന് വേണ്ടി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഷ്ണങ്ങൾക്കിടയിൽ ഒരു തിളക്കം അവരുടെ കണ്ണിൽ പെടുകയാണ്. നന്നായി വെള്ളം കൊണ്ട് ആ മത്സ്യമൊന്ന് കഴുകി നോക്കിയപ്പോൾ അതൊരു വിലപിടിപ്പുള്ള കല്ലാണ് എന്നവർക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ മൂല്യം എന്താണ്, എത്രയാണ് അതിൻ്റെ വില, അതൊന്നും അവർക്കറിയില്ല. ഉടനെ അവരുടെ ഭർത്താവിൻ്റെ അരികിലേക്ക് എത്തി കാര്യം അറിയിച്ചു. രണ്ടുപേരും സന്തോഷിച്ചു. പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു നിധിയാണ്. ആ കല്ലുമായി അവരുടെ ഗ്രാമത്തിലെ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അരികിലേക്ക് ചെന്നു. ആ കല്ല് അയാൾക്ക് കൈമാറി. കച്ചവടക്കാരൻ്റെ മറുപടി, ഇതിനുള്ള വില നൽകാൻ എനിക്ക് കഴിയില്ല എന്നതാണ്. ഇത് വളരെ അമൂല്യമായ നല്ല വിലപിടിപ്പുള്ള കല്ലാണ്. എൻ്റെ കൈകളിലുള്ള സമ്പത്ത് കൊണ്ട് ഇതിന് വില പറയുക സാധ്യമല്ല, നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക. ഇവരുടെ സന്തോഷം ഇരട്ടിയായി. പട്ടണത്തിലേക്ക് അവരെത്തി. പട്ടണത്തിലെ ഓരോ കടകളിലും കയറിയിറങ്ങി. എല്ലാവരും കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ വില നൽകാൻ ഞങ്ങളും അശക്തരാണ്. ഒരുപക്ഷെ രാജാവിന് ഇതിനുള്ള വില നൽകാൻ കഴിയും. രാജകൊട്ടാരത്തിൽ, രാജാവിൻ്റെ ഖജനാവിൽ ഇതിനു മാത്രമുള്ള സ്വർണങ്ങളും വെള്ളികളും ഉണ്ടായേക്കാം. ഞങ്ങൾ എത്ര നൽകിയാലും ഇതിന് പകരമാവുകയില്ല. ആ മുക്കുവൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവിനോട് കാര്യം അവതരിപ്പിച്ചു. അയാൾ പറഞ്ഞു, ശരി, നിന്റെ ഈ വിലപിടിപ്പുള്ള കല്ലിൻ്റെ മൂല്യം, അതിൻ്റെ വില ഞാൻ നൽകാം. എൻ്റെ ഖജനാവ് മുഴുവൻ നൽകിയാൽ ഒരു പക്ഷേ അതിന് തുല്യമാകും. നിനക്ക് ആവശ്യമായ വസ്തുക്കളുമായി എൻ്റെ ഖജനാവിലേക്ക് ചെന്ന് 6 മണിക്കൂർ നിനക്ക് സമയമുണ്ട്. അതിനിടയിൽ നിനക്ക് എന്തെല്ലാം വാരിയെടുക്കാൻ കഴിയുന്നുവോ അതെല്ലാം വാരിയെടുത്ത് നിനക്ക് പോകാം. ഈ കല്ലിന് പകരമാണത്. മുക്കുവൻ പറഞ്ഞു, എനിക്ക് 6 മണിക്കൂറിൻ്റെ ആവശ്യമില്ല, ഞാൻ സമർത്ഥനാണ്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ളതെടുത്ത് ഞാൻ തിരിച്ചു വരാം. രാജാവ് പറഞ്ഞു, പോരാ, 6 മണിക്കൂർ അവിടെ ചിലവഴിക്കണം. അയാൾ ഖജനാവിലേക്ക് എത്തി. സ്വർണമുണ്ടവിടെ, വെള്ളികളുണ്ടവിടെ, മരതകങ്ങളുണ്ടവിടെ, വിലപിടിപ്പുള്ള മറ്റു കല്ലുകളുണ്ടവിടെ. ഒരു റൂം മുഴുവൻ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. അതിൻ്റെ തൊട്ടരികിലുള്ളത് നല്ല ശീതീകരിച്ച മുറിയാണ്, മേൽത്തരം മെത്തകളാണ്. 3-ാമത്തെ മുറിയിൽ അയാൾ കാണുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രുചികരമായ ഭക്ഷണങ്ങളാണ്, രുചികരമായ ഫലങ്ങളാണ്. ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഭക്ഷണങ്ങൾ കണ്ടപ്പോൾ, ഇന്നുവരെ കാണാത്ത ഫലവർഗങ്ങൾ കണ്ടപ്പോൾ യഥേഷ്ടം കടിക്കാമെന്ന ആഗ്രഹത്തോടുകൂടെ ആ മനുഷ്യൻ അവിടെ ചെന്നു. വയറ് നിറച്ചയാൾ കടിച്ചു, ആവശ്യത്തിലധികം കടിച്ചു. കാരണം അയാൾക്കറിയാം, സമയം ഇനിയും ഒരുപാടുണ്ട്, മണിക്കൂറുകൾ കടന്നുപോയി. ഇനി പെട്ടെന്ന് തനിക്ക് തൻ്റെ സ്വർണവും വെള്ളിയും വാരിയെടുക്കാൻ എത്തണമെന്ന കൊതിയുമായി അയാൾ പോകുന്നതിനിടയിലാണ് ശീതീകരിച്ച നല്ല മിനുസമുള്ള പട്ടിൻ്റെ പുതപ്പുകളുള്ള മെത്തയാ മനുഷ്യന്റെ കണ്ണിൽ പെടുന്നത്.
ഇനിയും മണിക്കൂറുകൾ സുദീർഘമായി കിടക്കുകയാണല്ലോ, ഒരല്പനേരം ഒന്ന് വിശ്രമിക്കാം. അതിനുശേഷം എനിക്ക് 1-2 മണിക്കൂറുകൾ കൊണ്ട് ഈ സ്വർണവും വെള്ളിയും വാരിയെടുക്കാം എന്ന് കരുതി ആ മനുഷ്യൻ ആ വിരിപ്പിലേക്ക് ചെന്ന് ആ തണുത്ത മുറിയിൽ അയാൾ കിടന്നുറങ്ങുകയാണ്. വിഡ്ഢിയായ മുക്കുവ, നീ എഴുന്നേൽക്ക്, നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭടന്മാർ തട്ടി വിളിക്കുമ്പോഴാണ് അയാൾ കണ്ണു തുറക്കുന്നത്. അയാളുടെ സമയം കഴിഞ്ഞിരുന്നു, സമയം അവസാനിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉപമ. ഈ ദുനിയാവിൽ നിധികൾ വാരിയെടുക്കാനാണ് ഞാനും നിങ്ങളും കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുന്നിലുള്ള ഒരു സുജൂദ് നിധിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു മനുഷ്യന് കൈമാറുക എന്നത് ഈ ദുനിയാവിലെ നിധിയാണ്. ഈ ക്യാമ്പസ് കോൺഫറൻസിന്റെ ഭാഗമായി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന നമ്മുടെ പ്രവർത്തകന്മാർ അവർ സ്വർഗത്തിലേക്കുള്ള നിധികൾ ഒരുക്കുകയായിരുന്നു. ക്യാമ്പസുകളുടെ മുന്നിൽ സ്ട്രീറ്റ് ലോഗുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ലഹരിക്കെതിരെ, ലിബറലിസത്തിനെതിരെ സംസാരിച്ചവർ പരലോകത്തേക്കുള്ള പാതയങ്ങൾ ഒരുക്കുകയായിരുന്നു. പക്ഷേ പലരും ആ നിധികൾ വാരിക്കൂട്ടാൻ മറന്ന്, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കാൻ മറന്ന്, ദുനിയാവിന്റെ തണുപ്പിൽ, ദുനിയാവിന്റെ പുതപ്പിൽ, ദുനിയാവിന്റെ മെത്തയിൽ മതിമറക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയുക മനുഷ്യരെ, പ്രിയപ്പെട്ട എന്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ, ഈ ദുനിയാവിലെ, ഈ ഇഹലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. നമുക്കിവിടെ പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? ശക്തനായ, കരുത്തനായ ആനയെ ഒരു ചെറിയ കഷ്ണം കയറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. എന്താണ് അതിന്റെ കാരണം? ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ, കുട്ടിയാനയായിരിക്കുമ്പോൾ ബന്ധിപ്പിച്ച കയറാണ്. അന്ന് പൊട്ടിക്കാൻ നോക്കി, അന്ന് തകർക്കാൻ നോക്കി, അന്നതിന് കഴിഞ്ഞില്ല. ഇന്ന് കരുത്തുണ്ട്, ഇന്ന് ശക്തിയുണ്ട്. പക്ഷേ മനസ്സിന്റെ ചിന്ത എനിക്ക് കഴിയില്ല എന്ന ചിന്ത, എനിക്ക് സാധിക്കില്ല എന്ന ചിന്ത, സ്വന്തം ശക്തി മറന്ന്, സ്വന്തം കഴിവ് മറന്ന് തളച്ചിടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും വിദ്യാർത്ഥികളെ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ കരുതുന്നു, നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ തളച്ചിടപ്പെടുകയാണ്. നമ്മുടെ കഴിവ് നമ്മൾ അറിയണം, നമ്മുടെ ശക്തി നമ്മൾ അറിയണം. ഫാസിസത്തിനെതിരെ ഇന്ത്യയിൽ ഒരു വിപ്ലവം ആരംഭിച്ചപ്പോൾ അത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ക്ലാസിക്കൽ ഫാസിസത്തെ തകർത്തെറിഞ്ഞത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ വിപ്ലവങ്ങളിലൂടെയാണ്. എങ്കിൽ ഇവിടെ ഒരു ധർമ്മസമരത്തിന് വിസ്ഡം സ്റ്റുഡൻസ് ഇറങ്ങുകയാണ്. ആ ധർമ്മസമരത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോരാട്ടം തൗഹീദിനെ തകർക്കുന്ന ശിർക്കിനെതിരെയാണ്. നമ്മുടെ ഒന്നാമത്തെ സമരമുഖം ശിർക്കിനെതിരെയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. സി എമ്മിനെ പടച്ചോനായി കാണുന്ന, സി എമ്മിനെ മുദബ്ബിറായി കാണുന്ന മനുഷ്യന്മാർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ജാറങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് കൈകൾ നീട്ടുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണല്ലോ നാട്ടുകല്ലുള്ളത്. ഒരു കല്ലിന്റെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്ന, പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. ഉറുക്കിലും ഏലസിലും അഭയം തേടുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് 10 പേര് കടന്നു വരികയാണ്. ബൈഅത്ത് ചെയ്യാനാണ് അവർ കടന്നു വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനാണ് അവർ കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 പേർക്ക് ബൈഅത്ത് നൽകുകയും ഒരു വ്യക്തിയെ മാറ്റി നിർത്തുകയുമാണ്. സ്വഹാബത്തിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യനെ മാറ്റി നിർത്തിയത്? ആ മനുഷ്യനും ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്ന അലൈഹി തമീമ, ഇന്ന അലൈഹി തമീമ. ആ മനുഷ്യന്റെ കൈകളിൽ ഏലസുണ്ട്, ആ മനുഷ്യന്റെ കൈകളിൽ ഉറുക്കുണ്ട്. അറിയുക പ്രിയമുള്ളവരെ, കൈകളിൽ ഏലസ് കെട്ടിയാൽ, അരയിൽ ഉറുക്ക് കെട്ടിയാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഫഅദ്ഖല യദഹു ഫഖതഅഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൾ ആ ഏലസിലേക്ക് പ്രവേശിപ്പിച്ച് ആ ഏലസ് പൊട്ടിച്ചെറിഞ്ഞു.
എന്നിട്ട് റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിച്ച പാഠം, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റഖ, ആരെങ്കിലും ഇതാ ഏലസ്സു കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. എങ്കിൽ തൗഹീദിന്റെ നിലപാടെടുക്കുക. ഉറുക്കിനെതിരെ, ഏലസിനെതിരെ, ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ചെറുപ്പക്കാരനെ ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ, ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിത്യത്തിലാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചപ്പോൾ കുടുംബം വീട്ടിൽ ബന്ദിയാക്കി. മുസ്അബ്, നിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന്, ഈ ആദർശത്തിൽ നിന്ന്, നിന്റെ ഈ പുതിയ വാദത്തിൽ നിന്ന് പിറകോട്ടു വരുന്നതുവരെ അടിച്ചുവിടുകയില്ല എന്ന് അവരാക്രോശിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീട്ടിൽ ചുമരിൽ കെട്ടിയിടുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കുടുംബം കാത്തിരിക്കുകയാണ്. ഇന്നു മാറും, നാളെ മാറും, മറ്റന്നാള് മാറും. പക്ഷേ അവര് തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ബന്ധനത്തെക്കാൾ ശക്തമാണ് അവരുടെ ഹൃദയത്തിലുള്ള തൗഹീദ്. എന്തെങ്കിലും ആക്രോശങ്ങൾ കൊണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ഞങ്ങളുടെ ഭൗതികമായ പ്രതിരോധങ്ങൾ കൊണ്ട് തൗഹീദിന്റെ സൈന്യത്തെ തടുത്തു നിർത്താൻ കഴിയുകയില്ല എന്ന് അവർ മനസ്സിലാക്കി. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, പലരും പറയാറുണ്ട്, ഉമ്മ സമ്മതിക്കുന്നില്ല, ഉപ്പ സമ്മതിക്കുന്നില്ല, കുടുംബം സമ്മതിക്കുന്നില്ല, നാട്ടിലെ കാരണവന്മാർ സമ്മതിക്കുന്നില്ല. സഅദ് ഇബ്നു അബി വഖാസിനോട് ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ, ഉമ്മ സംസാരിക്കുകയില്ല. പ്രിയമായിരുന്നു ഉമ്മയോട്, ഇഷ്ടമായിരുന്നു ഉമ്മയോട്. ആ ഉമ്മയാണ് പറയുന്നത്, മോനെ, ഞാൻ സംസാരിക്കില്ല, ഒരിറ്റു വെള്ളം പോലും എന്റെ ശരീരത്തിലേക്ക് ഇനി ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. നീ ഈ പുതിയ മതത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ മോനെ അറിയുക, നിന്റെ ജനത നിന്നെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയുമോ? ഉമ്മയെ കൊലക്ക് കൊടുത്തവൻ, ഉമ്മ ഭക്ഷണം കഴിക്കാതെ, ഉമ്മ വെള്ളം കുടിക്കാതെ മരിക്കുന്നത് കണ്ടിട്ടും ഒന്നും പറയാത്തവനെന്ന് നിന്റെ ജനത നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഭീഷണിയുടെ സ്വരത്തിന് മുന്നിൽ സഅദ് ഇബ്നു അബി വഖാസിന്റെ ഒരു മറുപടിയുണ്ട്. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മാക്ക് 100 നഫ്സുണ്ട് എന്ന് കരുതുക. ഓരോ നഫ്സും എന്റെ മുന്നിൽ വെച്ച് പിടഞ്ഞു മരിക്കുന്നത് കണ്ടാലും ഈ ആദർശത്തിൽ നിന്ന്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് വരികയില്ല. ഉമ്മയുടെ മുന്നിൽ ഭക്ഷണമുണ്ട്, ഉമ്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉമ്മ കുടിക്കുക, അല്ല എങ്കിൽ ഉമ്മ കുടിക്കാതിരിക്കുക. പക്ഷെ അതൊന്നും എന്നെ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ നിലപാടുള്ളവരായി ശിർക്കിനെതിരെ ധർമ്മസമരവുമായി നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ടാമതായി കൊണ്ട് ഇടപെടാനുള്ളത് പരലോകത്തെ തകർക്കുന്ന, നമ്മുടെ സ്വർഗത്തെ തകർക്കുന്ന ബിദ്അത്തുകൾക്കെതിരെയാണ്. ബിദ്അത്ത് തയച്ചു വളരുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടല്ലോ. ജാറങ്ങളിൽ, നേർച്ചപ്പൂരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ. ഒരു മനുഷ്യനെ ആന ചുയറ്റിയെറിയുകയാണ്. നേർച്ചയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുമെന്നാണ്. മരണപ്പെട്ടവരുടെ ഖബർ കാണുമ്പോൾ എനിക്കും ഇതുപോലെ 6 അടി മണ്ണിൽ ചെന്ന് കിടക്കാനുള്ളതാണല്ലോ, ഇതുപോലെ ഒരു ലോകം എനിക്കും എത്തിപ്പെടാനുള്ളതാണല്ലോ എന്ന ചിന്തയാണ് ഇസ്ലാമിലെ ഖബർ സമ്മാനിക്കുന്നത് എങ്കിൽ, ഇന്ന് ഖബറിന്റെ അരികിൽ പൂരങ്ങളായി, ആഘോഷങ്ങളായി ഒരുപാട് ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ അവസാന സമയങ്ങളിൽ നമ്മുടെ ഉമ്മ പ്രവാചകന്റെ ചുണ്ടിലേക്ക് കാത് ചേർത്തു വെക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ചുണ്ടിൽ നിന്ന് കേൾക്കുന്ന വാക്ക്, ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസറാക്കളെയും അവർ അള്ളാഹുവിന്റെ കോപത്തിന്, അള്ളാഹുവിന്റെ ലഅനത്തിന് കാരണക്കാരായി. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റല്ലേ, ഒരു ഈദിന്റെ ആഘോഷത്തിന്റെ വേളയാക്കി മാറ്റല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയങ്ങളിൽ പോലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് ഖബറിനരികിലേക്ക് ചെല്ലുന്ന വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ദീനിലുണ്ടാക്കുന്ന അനാചാരങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് പോരാടാനുള്ളത് സമൂഹത്തെ തകർക്കുന്ന ലിബറലിസത്തിനെതിരെയാണ്. ഈ അടുത്ത് ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇനി ജയിലുകളിലേക്ക് ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ പറഞ്ഞയക്കേണ്ടതില്ല എന്നാണ്. ജയിലുകൾ നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞിരിക്കുന്നു. കൊച്ചു കുറ്റവാളികൾ ജയിലിലേക്ക് എത്തി അവർ കൊടും കുറ്റവാളികളായി കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം. ജയിലുകൾ പരിഹാരങ്ങളല്ല. ഇവിടെ എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുക? ഇവിടെയുള്ള ഈ അക്രമങ്ങൾക്ക്, പുതിയ ജനറേഷന്റെ ഇവിടെയുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്ക് സാധിക്കും? അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും അതുപോലെയുള്ള മനുഷ്യരെയോ അല്ല. മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ലിബറൽ ചിന്തകളിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, യൂറോപ്പ് ലിബറലിസത്തിൽ നിന്ന്, ആ തോന്നിവാസങ്ങളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, യൂറോപ്പ് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ കൊച്ചു കേരളത്തിലെ ക്യാമ്പസുകളെ, നമ്മുടെ കരിക്കുലങ്ങളെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാരെ ധാർമ്മികതയുടെ പ്രതിരോധം തീർക്കാൻ, നന്മയുടെ പ്രതിരോധം തീർക്കാൻ ക്യാമ്പസുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ലിബറലിസവുമായി സന്ധിയില്ലാത്ത സമരം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ധാർമ്മികതയാണ്. ഇതാ, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, ഞങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും, അങ്ങനെ തോന്നിവാസം ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടുകൂടെ ചില ബുദ്ധിജീവികൾ പറയുമ്പോൾ, അതിനുവേണ്ടി ചില വിദ്യാർത്ഥി സംഘടനകൾ നേതൃത്വം നൽകുമ്പോൾ, വിസ്ഡം സ്റ്റുഡൻസിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നന്മയെക്കുറിച്ചാണ് പറയാനുള്ളത്, ധാർമ്മികതയെക്കുറിച്ചാണ് പറയാനുള്ളത്, നൈതികതയെക്കുറിച്ചാണ് പറയാനുള്ളത്. ആ മുന്നേറ്റത്തിൽ നിങ്ങൾ ഉണ്ടാകണം എന്നോർമ്മപ്പെടുത്തുകയാണ്. ജീവൻ തകർക്കുന്ന ലഹരിക്കെതിരെയാണ് നമുക്ക് പോരാടാനുള്ളത്. നോക്കൂ, നമ്മൾ ഒരു വാഹനം വാങ്ങിയാൽ, ഒരു ബൈക്ക് വാങ്ങിയാൽ അതിൽ നമ്മൾ പെട്രോളാണ് ഒഴിക്കാറുള്ളത്. ആരെങ്കിലും അതിലേക്ക് വെള്ളമൊഴിക്കുമോ? നമ്മൾ വില കൊടുത്തു വാങ്ങിയ നമ്മുടെ കാറിൽ, നമ്മുടെ ബൈക്കിൽ നമ്മൾ അതിൽ പെട്രോളിന് പകരം, ഡീസലിന് പകരം വെള്ളമൊഴിക്കുമോ? ഇല്ല. നമുക്കറിയാം അത് അതിന്റെ എഞ്ചിൻ കേടുവരുത്തും. നമ്മുടെ കാറ് അത് തകരാറിലാകും, നമ്മുടെ ബൈക്ക് അത് തകരാറിലാകും. നമ്മുടെ വാഹനത്തിന് നൽകുന്ന വില പോലും അത്ഭുതകരമായ മനുഷ്യ ശരീരത്തിന് പലരും നൽകുന്നില്ല. എഴുതി വച്ചിട്ടുണ്ട്, ഹാനികരമാണ്, നിങ്ങളുടെ ശരീരത്തെ തകർക്കുന്നതാണ്. എന്നിട്ടും മനുഷ്യ ശരീരത്തിലേക്ക് രാസലഹരികൾ കയറ്റുന്നവർ, കുത്തിവെക്കുന്നവർ, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവർ, മനുഷ്യ ഒരു വാഹനത്തിന് നൽകുന്ന, ഒരു വാഹനത്തിന്റെ എഞ്ചിന് നൽകുന്ന വില പോലും അത്ഭുതങ്ങളുടെ കലവറയായ നിന്റെ ശരീരത്തിന് നീ നൽകുന്നില്ലേ? ഒരു DNA, ആ DNA-യിൽ ഒളിഞ്ഞിരിക്കുന്ന അതിലെ അത്ഭുതങ്ങൾ എത്രയാണ്! മനുഷ്യ ശരീരത്തിലെ DNA-കൾ ഒന്ന് ചേർത്തു വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് സഞ്ചരിക്കാനുള്ളതിനേക്കാൾ ദൂരമുണ്ട് എന്ന് പഠനങ്ങൾ പറയുമ്പോൾ, അത്രയേറെ സങ്കീർണമായ അത്ഭുതങ്ങളുള്ള മനുഷ്യ ശരീരത്തിലേക്ക് ലഹരി കുത്തിയിറക്കി നമ്മുടെ ശരീരത്തെ കൊല്ലുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നമുക്കവരെ തിരിച്ചു വിളിക്കേണ്ടതുണ്ട്, അവരെ തിരിച്ചു നൽകേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഈ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ മനസ്സുകളിലേക്ക്, ലഹരി ബാധിച്ച മനസ്സുകളിലേക്ക് സാന്ത്വനത്തിന്റെ വാക്കുകളായി ക്യാമ്പസുകളിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു ഇതൊന്നും പരിഹരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ തന്നെ 8ഓളം സംസ്ഥാനങ്ങളിൽ മദ്യം നിരോധിച്ചിട്ടില്ലേ? എന്നിട്ടും മദ്യം ഒഴുകുന്നില്ലേ? ഇസ്ലാം പറയുന്നത് മനസ്സിലാണ് മാറ്റമുണ്ടാകേണ്ടത്.
മനസ്സിലാണ് മാറ്റമുണ്ടാകേണ്ടത്. മദ്യത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെ നോക്കി നീ എത്ര ഭാഗ്യവാൻ, ഞങ്ങൾക്ക് കുടിക്കാനേ കഴിയുന്നുള്ളൂ, നീ മദ്യത്തിൽ വീണ് മരിച്ചല്ലോ എന്ന് കവിത പാടിയിരുന്നൊരു കാലഘട്ടമുണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ലിബറലിസം, പുതിയ ബുദ്ധിജീവികൾ വണ്ടി കിട്ടാത്തൊരു കാലമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ 14 നൂറ്റാണ്ടുണ്ടല്ലോ, ജാഹിലിയത്തിന്റെ ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടിൽ നിന്ന് ഇസ്ലാം എന്ന ഒരാദർശം കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനതയെ പരിവർത്തിപ്പിച്ചപ്പോൾ ഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ, ഇനിയും ലഹരിയിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലേ എന്ന് പറയേണ്ട താമസം ഇൻതഹൈന, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്ന വായിലേക്ക് വിരലിട്ട് കുടിച്ചത് ഛർദിച്ച് അവരുടെ ഭരണിയിലുള്ളത് തച്ചു തകർത്ത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ലഹരിയില്ല എന്ന് പ്രഖ്യാപിച്ചൊരു ജനതയെ പടുത്തുയർത്താൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമ്പസുകൾ അനുഭവിക്കുന്ന ലഹരി എന്ന പ്രശ്നത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഇസ്ലാമിന് സാധിക്കും, ഇസ്ലാമിനെ സാധിക്കൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. റാഗിങ്ങിനെതിരെയാണ് നമുക്ക് പോരാടാനുള്ളത്. റാഗിങ്ങിന്റെ മരണങ്ങൾ നമ്മൾ വായിച്ചല്ലോ. എന്താണ് പ്രിയമുള്ളവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ, ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടെ ക്യാമ്പസിലേക്ക് വരുന്ന നമ്മളുടെ കൊച്ചനുജന്മാരെ റാഗിംഗ് എന്ന തോന്നിവാസത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും തകർക്കുന്ന ഈ തിന്മക്കെതിരെ വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാരെ നമുക്ക് അണിചേരാൻ, നമ്മുടെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മഹത്യക്കെതിരെയാണ്, വിദ്യാർത്ഥികളുടെ മനസ്സിൽ കുന്നുകൂടിയിട്ടുള്ള നിരാശാബോധത്തിനെതിരെയാണ് നമ്മുടെ ധർമ്മസമരം. എന്തിനാണ് നിരാശ? മഹാബുദ്ധിമാനാണ് മനുഷ്യനെന്ന് പറയുന്നു, ചിന്തിക്കുന്നവനാണ് മനുഷ്യനെന്ന് പറയുന്നു. എന്താണ് ആ മനുഷ്യന്റെ ബുദ്ധി? നിങ്ങൾ ചീറ്റ പായുന്നത് കണ്ടിട്ടില്ലേ? എത്ര വേഗതയിലാണ് ആ ചീറ്റ പായുക. മാനിനെ പിടിക്കാൻ ചീറ്റ അതിന്റെ പിറകെ ഓടുമ്പോൾ മാനതി വേഗത്തിലോടും. വലതുഭാഗത്തേക്ക് അതിന്റെ ശരീരഭാഗം തിരിച്ച് ഇടതുഭാഗത്തേക്ക് കുതറി ഓടുന്ന മാനിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാനിനേക്കാൾ വേഗതയുണ്ട് ചീറ്റക്ക്. ചീറ്റ അതിന്റെ ഇരയെ നഷ്ടപ്പെടുമ്പോൾ, കൊച്ചുമാൻ ചീറ്റയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിരാശപ്പെട്ടുകൊണ്ട് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു ചീറ്റയെ മനുഷ്യൻ കണ്ടിട്ടുണ്ടോ? എന്റെ ലക്ഷ്യം പിഴച്ചു, എന്റെ ലക്ഷ്യം പരാജയപ്പെട്ടു, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ട്രെയിനിന് തലവെച്ച ഒരു ചീറ്റയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മൃഗങ്ങൾ പോലും അടുത്ത ലക്ഷ്യത്തിലേക്ക് വായുന്നു, അടുത്ത ഇരയെ തേടുന്നു. തോറ്റുപോകുമ്പോൾ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ പിറകോട്ട് പോകുന്നത്? തോൽവി ജീവിതത്തിന്റെ ഭാഗമാണ്. തോൽവി ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിലെ തോൽവിയാണ് പ്രയാസം. വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ജീവിതത്തെ നിർവചിക്കാൻ, ഏതു പ്രതിസന്ധിയിലും എവിടെ നിങ്ങൾ ഒറ്റക്കായാലും കൂടെ ഒരു റബ്ബുണ്ട് എന്ന സാന്ത്വനത്തിന്റെ വിശ്വാസങ്ങൾ കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ കൈമാറ്റമാണ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കൈമാറാനുള്ളത്. പ്രിയമുള്ളവരെ, നന്മയുടെ വസന്തം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ തീർക്കാൻ നമുക്ക് സാധിക്കണം. തൗഹീദ് പറയാൻ നമുക്ക് മധുരമാകണം. നമ്മളെ സൃഷ്ടിച്ച സത്താവിനെ പറ്റി പറയാൻ, നമ്മുടെ റബ്ബിനെ പറ്റി പറയാൻ, നമ്മുടെ ക്യാമ്പസുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാവുകൾക്ക് മധുരമായിരിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ഇടയ ബാലനുണ്ട്, ഒരു ആട്ടിടയനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ജനങ്ങൾ അള്ളാഹുവിനെ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കി, ജനങ്ങൾ ഇപ്പോഴും വിഗ്രഹങ്ങളുടെ മുന്നിൽ, ജനങ്ങൾ ഇപ്പോഴും ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ലാത്തയുടെയും ഉസ്സയുടെയും മുന്നിൽ സഹിക്കാൻ കഴിയാതെ കുറിയ മനുഷ്യനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് കഅബയുടെ അരികിൽ വന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാൻ, അർ റഹ്മാൻ, പരമകാരുണ്യവാനായ എന്റെ റബ്ബിനെ നിങ്ങൾ അറിയൂ മനുഷ്യരെ എന്ന് മനോഹരമായി പാരായണം ചെയ്യുന്ന ഇബ്നു മസ്ഊദിനെ ചരിത്രം പറയുന്നുണ്ട്. ശത്രുക്കൾ മുഖത്തടിച്ചു,
ശരീരത്തിൽ പാടുവിടുമാറ് പ്രഹരിച്ചു. പക്ഷേ അതൊന്നും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായില്ല. നോക്കൂ, ഉക്കാലയിലേക്ക്, ദുൽമജാസിലേക്ക്, മക്കയിലെ ഗ്രാമങ്ങളിലേക്ക് അവിടെ കാണാം റസൂലുള്ളാഹിയും സഹാബാക്കളും ഓരോ വീട്ടിലും കയറിയിറങ്ങി ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മനുഷ്യരെ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറയുന്ന ആ പ്രഖ്യാപനം നമുക്ക് കാണാം. സുന്നത്തിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സുന്നത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വിളിക്കുന്നത്. പ്രവാചകന്റെ വാക്കുകളെ ബുദ്ധി വെച്ചുകൊണ്ട് അടക്കുന്നവരുണ്ട്, ബുദ്ധി വെച്ചുകൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. അറിയുമോ, മദീന പള്ളിയിൽ അന്ന് മദീന പള്ളി ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞതാണ്, ഈത്തപ്പന തടികൾ കൊണ്ട് തേച്ചതാണ്. ആ ഈത്തപ്പന തടിയിൽ ചളി തേച്ച് കെട്ടിയുണ്ടാക്കിയൊരു കൊച്ചുകുടിൽ താഴെ മണലുപാകിയതാണ്, ചരൽക്കല്ലുകളുണ്ട്. ആ മസ്ജിദുൻ നബവിയിലെ പ്രവാചകന്റെ വിജ്ഞാനത്തിന്റെ സദസ്സിൽ റസൂലുള്ളാഹി പറയുന്നു, ഉഹുദ് മലയുടെ മുകളിൽ നിന്ന് മസീഹു ദജ്ജാൽ എന്റെ പള്ളി ചൂണ്ടിയിട്ട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ഇതാരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? അന്ന് മസ്ജിദുൻ നബവി കൊട്ടാരമാണോ? സ്വഹാബത്ത് കൊട്ടാരം കാണാത്തവരാണോ? അവർക്കറിയാം റോമിലെ ഭരണാധികാരിയുടെ കൊട്ടാരങ്ങൾ, കൈസറിന്റെ കൊട്ടാരം, കിസ്രയുടെ കൊട്ടാരം, നേഗസ് രാജാവിന്റെ ഹബിഷയിലെ കൊട്ടാരം കണ്ടവരാണവർ. ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ, ഇത് കൊട്ടാരമാണോ നബിയെ? അവര് ചോദ്യം ചെയ്തിട്ടില്ല, അവര് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, അവർക്കറിയാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രവാചകൻ സംസാരിക്കുന്നത്. നോക്കൂ, ഇന്ന് ഉഹുദ് മലയുടെ മുകളിൽ നിന്ന് ആ വെള്ളക്കൊട്ടാരം നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, കിഴക്കൻ ദമസ്കസിൽ ഒരു വെള്ള മിനാരത്തിന്റെ അരികിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. അന്ന് വെള്ള മിനാരമില്ല അവിടെ. അന്ന് ദമസ്കസിൽ ഒരു മിനാരമില്ല, ആ മിനാരത്തിന് വെള്ള നിറവുമില്ല. ഒരു സ്വഹാബിയും ചോദ്യം ചെയ്തില്ല. കാലം മുന്നോട്ട് പോയപ്പോൾ ശൈഖുൽ ഇസ്ലാം ദമസ്കസിലെ ബനൂ ഉമയ്യക്കാർ പണിത ആ മിനാരം ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ പ്രവാചകൻ വരുമെന്ന് പറഞ്ഞ മിനാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ശാസ്ത്രകാരന്റെ കയ്യൊപ്പ് വേണ്ട അത് സ്വീകരിക്കാൻ, ഏതെങ്കിലും ബുദ്ധിജീവികളുടെ ഓശാരം വേണ്ട നമുക്കത് സ്വീകരിക്കാൻ. റസൂലുള്ളാഹി ഏഴാം ആകാശത്തിനുപരിയിൽ നിന്ന് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ ആ താടി വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഞെരിയാണിയുടെ മുകളിലുള്ള വസ്ത്രം വഹയിന്റെ അടിസ്ഥാനത്തിൽ ഏഴാകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചതാണ്. സുന്നത്തിനെ സ്നേഹിക്കണേ, സുന്നത്തിൽ അഭിമാനം കാണണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസാമത്ത് ബിൻ സൈദിന്റെ സൈന്യത്തെ റസൂലുള്ളാഹി തയ്യാറാക്കി മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ലോകത്ത് നിന്ന് ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരണത്തിലേറി. ഇനി എന്തു ചെയ്യണം? ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്, കള്ളപ്രവാചകന്മാരുടെ ഫിത്നകളുണ്ട്, സകാത്ത് നിഷേധികളുടെ ഫിത്നകളുണ്ട്, മുർത്തദ്ദായവരുടെ ഫിത്നകളുണ്ട്, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. അബൂബക്കർ സിദ്ദീഖിന്റെ നിലപാട്, എന്റെ പ്രവാചകനിതാ ഉസാമയെ ഒരു നേതാവായി സേനാനായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ആ സൈന്യം പുറപ്പെടട്ടെ. ചിലരുടെ ചോദ്യം, അബൂബക്കർ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചോ? അതിനുശേഷം പോരെ പ്രവാചകൻ തീരുമാനിച്ച ആ തീരുമാനം ഏറ്റെടുക്കൽ? അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി, മദീനയിലെ ഹുജറകളിൽ പ്രവാചകന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. വേട്ടനായ്ക്കൾ കടന്നു വന്ന് നമ്മുടെ ഉമ്മമാരുടെ കാലുകളിൽ നിന്ന് മാംസം കടിച്ചു കൊണ്ടുപോകുന്ന ഫിത്ന മദീനയിൽ ഉണ്ടായാലും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചൊരു തീരുമാനത്തിൽ നിന്ന് അബൂബക്കർ പിറകോട്ട് വരികയില്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ അഭിമാനം കാണുക. ആയിരക്കണക്കിന് മീഡിയകൾ തുറന്നു വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേഷത്തെ പരിഹസിക്കുമ്പോൾ, മുസ്ലിം പെണ്ണിന്റെ വസ്ത്രത്തെ
അടിമയുടെ വസ്ത്രമായി ചിത്രീകരിക്കുമ്പോൾ അതിനെ കവിതകളിലൂടെ, എഴുത്തുകളിലൂടെ ഇസ്ലാമിന്റെ വേഷത്തെയും ഇസ്ലാമിന്റെ രൂപത്തെയും വിമർശിച്ച് നിങ്ങൾ ഭീകരവാദികളാണ് എന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആ വസ്ത്രത്തിൽ അഭിമാനം കാണാൻ, ആ രൂപത്തിൽ അഭിമാനം കാണാൻ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങളൊരു ജനതയാണ്, ഇസ്ലാമിന്റെ വേഷം, ഇസ്ലാമിന്റെ രൂപം, ഇസ്ലാമിന്റെ ആദർശം, അതിൽ ഞങ്ങൾ അഭിമാനം കാണുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയമുള്ള വിസ്ഡം സ്റ്റുഡൻസുകാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് തണലാവുക. നമ്മളെ പോറ്റി വളർത്തിയവർ. ഈ അടുത്ത് ഒരു മരണവീട്ടിലേക്ക് ചെന്നപ്പോ ഉമ്മ മരണപ്പെട്ട എൻ്റെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അരികിൽ ചെന്ന് നിന്നു. അവനോട് ഞാൻ ചോദിച്ചു, അവനൊരു പെങ്ങളുണ്ട്, 7ാം ക്ലാസ്സിലാണ് അവന്റെ പെങ്ങള് പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, എടാ അനിയത്തി വല്ലതും കഴിച്ചോ? അനിയത്തി വല്ലതും കഴിച്ചോ? മയ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആംബുലൻസിൽ ഉമ്മയെ കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ്. മോള് വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോ? അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, നല്ല വാശിക്കാരിയാണ് പെങ്ങള്, ചെറിയ പ്രായമാണ്, നല്ല വാശിയാണ് അവൾക്ക്, നിർബന്ധിച്ചു കൊടുക്കണം, നിർബന്ധിച്ചു കൊടുത്താലേ ഓള് കഴിക്കൊള്ളൂ, നിർബന്ധിക്കാൻ ഇനി ഉമ്മയില്ലല്ലോ, നിർബന്ധിക്കാൻ ഇനി ഉമ്മയില്ലല്ലോ. ആ പറഞ്ഞ വാക്കിന് ഒരുപാട് ആഴമുണ്ട് പ്രിയമുള്ളവരെ. ഈ ലോകത്ത് നമ്മൾ പട്ടിണി കിടന്നാൽ കണ്ണ് നനയുന്ന ഒരു ഹൃദയമേ ഉള്ളൂ. രാത്രി നമ്മളെ കാത്തിരിക്കുന്ന അണയാത്തൊരു വിളക്കേ ഉള്ളൂ. ഉമ്മ അണഞ്ഞാൽ നമ്മളെ കാത്തിരിക്കാൻ മറ്റൊരാൾ ഈ ലോകത്തില്ല. ആ ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയുക, ആ ഉമ്മയുടെ വില തിരിച്ചറിയുക, ഉപ്പയുടെ വില തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷം നൽകുന്ന പൂക്കളല്ല, പൂച്ചെണ്ടുകളല്ല, ജീവിതത്തിൽ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക് ഒരു പൂക്കാലം നൽകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രഖ്യാപനമാണ്, അതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കലാണ് ഈ ധർമ്മസമരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ഷണിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണമുണ്ട്. ആ മരണത്തിന് മുമ്പ് നമ്മുടെ സമയം നൽകാൻ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നൽകാൻ നമുക്ക് സാധിക്കണം. ഈ യാത്രയിൽ നമുക്കൊന്നിച്ചു നടക്കണം. ദൗത്യം വലുതാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നമുക്കിറങ്ങണം. ധാർമ്മികത നമുക്കുറക്കെ പറയണം. ക്യാമ്പസുകളിൽ നന്മയുടെ സൗഹൃദങ്ങളായി വിസ്ഡം സ്റ്റുഡൻസുകാരുണ്ടാകണം. ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. നോക്കൂ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 5 പേർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബോധനത്തിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം കേട്ട ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വിളിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. 5 പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അബൂബക്കർ സിദ്ദീഖിലൂടെ. ഈ 5 പേരുടെ മുഴുവൻ നന്മയും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ 5 പേരുടെ മുഴുവൻ നന്മയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള അമലുകളാണ്. ഇതാണ് ദഅവത്തിന്റെ നേട്ടം. ഇതാണ് നമ്മുടെ ഈ പ്രബോധന പ്രവർത്തനത്തിന്റെ നേട്ടം. നിസ്കരിക്കുന്ന പ്രതിഫലമാണുള്ളത്. ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലമാണ്. അത് നിസാരവൽക്കരിച്ചതല്ല. നിങ്ങളൊരു മനുഷ്യന് ഈ തൗഹീദ് കൈമാറിയാൽ, നിങ്ങളുടെ ക്യാമ്പസിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈമാറിയാൽ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് അവന് തൗഹീദിന്റെ സൗന്ദര്യം കൈമാറിയാൽ, അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ രാത്രിയിലെ ആകാശങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിലേക്കുള്ള പാതേയമാണ് എന്ന തിരിച്ചറിവോടുകൂടെ നമുക്കൊന്നിച്ചുകൊണ്ടാണ് ഈ ധർമ്മസമര വീതിയിൽ മുന്നോട്ടു പോകാനുള്ളത്. ഇൻഷാ അല്ലാഹ് മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ചു നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള
ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ഈ ക്യാപ്ഷനിലുള്ള കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഏറ്റെടുത്തുകൊണ്ട് ഇനി ക്യാമ്പസുകളിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ഇനി ക്യാമ്പസ് കോൺഫറൻസ് ആരംഭിക്കേണ്ടത് നമ്മുടെ ക്യാമ്പസിലാണ്, നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിലാണ്, നമ്മുടെ ക്യാമ്പസിലെ ഗ്രന്ഥാലയങ്ങളിലാണ്, നമ്മുടെ ക്യാമ്പസിലെ മരച്ചുവട്ടിലാണ്. അവിടെ നമുക്ക് നന്മയെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഈ ദുനിയാവിൽ ഒരു മഖ്ലൂഖിനെയും പേടിക്കാതെ സൃഷ്ടിച്ച സട്ടാവിന്റെ ആദർശം നെഞ്ചിലേറ്റി ഒരാളെയും ഭയപ്പെടാതെ ഈ ധർമ്മസമര വീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.